നമസ്തേ. 2/7/2025 ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, കന്നി, തുലാം രാശിക്കാർക്ക് ശുഭകരവും, ഇടവം, മിഥുനം രാശിക്കാർക്ക് മധ്യമവും, ധനു, മകരം, കുംഭം, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടണമെന്നുള്ളവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക. കൂടാതെ നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. ഇനി ഒരു കമൻറ്റിനെ കുറിച്ചാണ്. ഇത് ചോദ്യം ഇതാണ്: നമുക്ക് കഷ്ടകാലം അല്ലെങ്കിൽ ദോഷം വരുന്ന സമയം ത്താണോ ക്ഷേത്രത്തിൽ പോകാനും നാമം ജപിക്കാനൊന്നും കഴിയാത്തത് എന്നാണ്. ഈ ചോദ്യം ഒരു സത്യസന്ധമായ ചോദ്യമാണ്. പലരുടെയും അനുഭവങ്ങളിലുള്ള ചോദ്യമാണ്. ചിലപ്പോൾ നാമം ജപിക്കണം തോന്നില്ല, ക്ഷേത്രത്തിൽ പോകണം തോന്നില്ല, ആകെ ഒരു പ്രശ്നമായിരിക്കും കുറേ കാലത്തേക്കല്ലേ. അത് നമ്മളുടെ ദശാകാലവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാലമാണ്. പൂർവ്വ ദുഷ്കൃതമൊക്കെ അനുഭവിക്കേണ്ട ഒരു സമയമാണെങ്കിൽ, പൂർവ്വജന്മത്തിൻ്റെയോ അല്ലെങ്കിൽ കഠിനമായ പൂർവ്വകർമ്മങ്ങളുടെയോ ഈ ജന്മത്തിൽ തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ചില ദോഷങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അത് നിശ്ചയമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഭഗവാന് പോലും അങ്ങനെയുള്ള കർമ്മങ്ങളുടെ ദുരിതങ്ങളെ ഒരു പരിധി വരെ മാത്രമേ മാറ്റാൻ കഴിയൂ. അപ്പോൾ പ്രകൃതി തന്നെ തീരുമാനിക്കും, പ്രകൃതി, ഈശ്വരൻ, ഭഗവാൻ തന്നെ തീരുമാനിക്കും ഇവരിങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണ്ടാന്ന്. അങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഈ ദോഷത്തെ ഭഗവാന് കുറച്ചല്ലേ പറ്റൂ. വരാതിരിക്കുകയാണെങ്കിലോ, നാമം ജപിക്കാതിരിക്കുകയാണെങ്കിലോ തൻ്റെ കർമ്മഫലത്തെ പൂർണ്ണമായും അനുഭവിക്കാൻ ആ വ്യക്തി യോഗ്യമായിത്തീരും. അപ്പോൾ തൻ്റെ കർമ്മഫലത്തെ പൂർണ്ണമായും അവർ അനുഭവിക്കേണ്ടതായും വരും. അത് ഒഴിവാക്കാൻ ഭഗവാൻ തന്നെ, പ്രകൃതി തന്നെ നമ്മളെ പ്രകൃതിയിലേക്ക്, ഭഗവാനിലേക്ക് അടുപ്പിക്കില്ല. അത് അതിൻ്റെ ഒരു നിശ്ചിതമാണ്. കാരണം നമ്മുടെ കർമ്മഫലം അല്ലെങ്കിൽ പൂർവ്വ ജന്മാർജിത ഫലങ്ങൾ, കർമ്മഫലങ്ങൾ അത്രയ്ക്ക് കഠിനമുള്ളതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി ഈ ജന്മത്തിൽ നമുക്ക് ഈശ്വരനോട് കൂടുതൽ അടുക്കാൻ നിർബന്ധ ബുദ്ധിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. അതിനകത്തൊരു വിട്ടുവീഴ്ചയുണ്ടാവാതിരിക്കുക. ക്ഷേത്ര ദർശനത്തിന് പറ്റിയില്ലെങ്കിൽ പോലും നാമം ജപിക്കാനുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. കാരണം കലിയുഗത്തിൽ എല്ലാത്തിനേക്കാൾ പ്രധാനം നാമം ജപമാണ്. എപ്പോഴും ഭഗവാനെ വിചാരിക്കുക, സർവ്വസമയത്തും ഭഗവാനെ വിചാരിക്കുക. തൻ്റെ മുന്നിൽ കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് തോന്നുക. ഈ കഷ്ടകാല സമയത്ത് ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ കഴിയാതെ വരിക, നാമം ജപിക്കാതെ വരിക എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ളവർക്ക് ആ സമയത്ത് എല്ലാത്തിനോടും ഒരു ദേഷ്യവും എന്തിനോടും ഒരു വെറുപ്പും, ഒന്നും വേണ്ട രീതിയിൽ വായിൽ നിന്ന് വീഴാതിരിക്കുകയും വേണ്ടാത്ത വർത്തമാനങ്ങൾ വരികയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമായിരിക്കും. പരിശോധിച്ച് നോക്കിക്കോളൂ. അങ്ങനെയുള്ള ആളുകളായിരിക്കും കൂടുതലും. ഇങ്ങനെയൊക്കെ വരും ഈ സമയത്ത്. അങ്ങനെയൊക്കെ വരുമ്പോൾ വരാതിരിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ വരും ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ വളരെയധികം ദേഷ്യവും ഇതൊക്കെ വരുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാം. നമുക്ക് തന്നെ അറിയാം നമുക്ക് ശരിയല്ല എന്ന്. അത് നമ്മളുടെ ഈ ജന്മ ദുരിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് വരാതിരിക്കാൻ നാമം ജപിക്കുക മാത്രമേ മാർഗമുള്ളൂ. നാമം ജപിക്കാമെന്ന് ഞാൻ പ്രത്യേകം പറയാം. അതിന് സമയമൊന്നും നോക്കണ്ടെന്ന് ആരും. നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നാമം ജപിച്ചു. ഭഗവാനെ സ്മരിക്കുന്നതിന് വേണ്ടി സമയമോ ഒന്നുമില്ലല്ലോ. കാലം ബാധകമേ അല്ല. നമുക്ക് എപ്പോൾ ഭഗവാന്റെ നാമം വായിൽ വരണം തോന്നി അപ്പോൾ ജപിച്ചോ.
കൃത്യമായിട്ട് ജപിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല ചില പ്രശ്നങ്ങൾ കൊണ്ട്. അത് നോക്കണ്ട, എപ്പോഴെങ്കിലും ജപിക്കും. പക്ഷേ ഒരു ദോഷത്തിൻ്റെ പരിഹാരാർത്ഥം കൃത്യമായ സമയത്താണ് ജപിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം കൂടും, കൃത്യമായ ഫലം കിട്ടും. മറ്റത് കൃത്യമായ ഫലം കിട്ടില്ലെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹരൂപേണ കുറച്ചൊക്കെ ഫലം കിട്ടും. അതുകൊണ്ട് നാമജപം ഒരു കാരണവശാലും മുടക്കരുത്. ഇതാണ് ആ കമൻറ്റിനുള്ള മറുപടി. വിശദമായി അത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഈ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. ഈ പറയുന്ന വ്യക്തിപരമായ ഫലങ്ങളല്ലെന്ന് മനസ്സിലാക്കുക, ചന്ദ്രാധിഷ്ഠ രാശിഫലമാണ്. എങ്കിലും നിങ്ങൾക്ക് പൊതുവായ ഒരു നിർദ്ദേശമായിട്ട് ഇതിനെ സ്വീകരിക്കാം. ഈ ദോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയും കരുതലും കൊടുത്താൽ അതുണ്ടാവില്ല. ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും. ദോഷം ഉണ്ടാവില്ല എന്നല്ല, ദോഷങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക. എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക. നോക്കുക, ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാലാണ് മേടക്കൂറ്. ഇവരെ സംബന്ധിച്ചിടത്തോളം മേടത്തിന് ശുഭകരമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സുമൊക്കെ പൊതുവെ അനുകൂലമാകുന്ന ഒരു ദിവസമാണ്. ആത്മവിശ്വാസവും അലസതയൊക്കെ കുറയുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ സമയത്ത് ചെയ്ത് തീർക്കണം എന്ന് തോന്നുന്ന ഒരു ദിവസമാണ് മേഡം. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കഴിയുകയും ചെയ്യും. ആരോഗ്യപരമായി പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അവർക്ക് കുറച്ചൊക്കെ മേന്മയുള്ള ദിവസമായിരിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. വേണ്ടപ്പെട്ടവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് കുറേയധികം മേന്മകൾ ഉണ്ടാക്കുവാനും കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏഴരശനി കാലഘട്ടമൊക്കെയാണ്, ശ്രദ്ധിക്കുക. ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആത്മവിശ്വാസക്കുറവുണ്ടാവും, അലസത ഉണ്ടാവും, എല്ലാത്തിനും ഒരു സംശയമായിരിക്കും. അതേപോലെ ഉഷ്ണരോഗങ്ങൾ, പ്രതിരോധ ശക്തി കുറവ്, വിളർച്ച, ഇതൊക്കെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല കാര്യങ്ങൾക്ക്. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. മിത്രങ്ങൾ തന്നെ ശത്രുക്കളായി മാറുന്ന ഒരു സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വാക്കുകളും വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാവും. എടുത്തുചാട്ടത്തെ വളരെയധികം ശ്രദ്ധ നിയന്ത്രിക്കണം. പെട്ടെന്ന് കോപം വന്നിട്ടുണ്ടാകുന്ന പ്രവൃത്തി ഒരുപാട് നഷ്ടങ്ങൾ സൃഷ്ടിക്കാനുള്ളൊരു സാധ്യത ഇടവൻ രാശിക്കാർക്കുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് മാത്രം മേന്മയൊന്നുമില്ല. വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കില്ല. അതൊക്കെ ശ്രദ്ധിക്കുക. ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും.
അതോടെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. എന്നാൽ തൊഴിൽരംഗത്ത് അനുകൂലമാണ്, തൊഴിൽരംഗം അനുകൂലമാണ്. തൊഴിലാളികളുടെയും ഒക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും, സഹപ്രവർത്തകരുടെ ഉണ്ടാവും. എന്നാൽ മേലുദ്യോഗസ്ഥരത്ര അനുകൂലമായിരിക്കില്ല. ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഇടവൻ രാഷ്ട്രീയക്കാർ ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അത് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. അതേപോലെ ഈ ദിവസത്ത് പുതിയ പുതിയ സുഹൃബന്ധങ്ങൾ എന്നല്ല, അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം. പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും അനുചിതമായ പ്രവൃത്തികൾ സുഹൃത്തുക്കളുമായിട്ട് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം രാശി ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ് മിഥുനം രാശിക്കാർക്ക്. അവർക്ക് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ മിഥുനം രാശിക്കാർക്ക് മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അലസത, പൊള്ളൽ പോലുള്ള പ്രശ്നങ്ങൾ, പിത്തം, വാദസംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ അസുഖങ്ങളും ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗമുള്ളവരും ശ്രദ്ധിക്കണം. അതുപോലെ മിഥുന രാശിക്കാർക്ക് സഹോദരന്മാർക്ക് അനുകൂലമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. അതുമാത്രമല്ല, ശത്രുക്കളായിട്ടുള്ളവരുമായിട്ടൊന്ന് സംസാരിച്ച് അവരെ മിത്രങ്ങളാക്കി നിർത്താൻ, മിത്രങ്ങളാക്കിയില്ലെങ്കിലും ആ ശത്രുതയുടെ അളവെങ്കിലും കുറയ്ക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അത് പ്രയോജനപ്പെടുത്താനായിട്ട് മിഥുന രാശിക്കാർ ശ്രദ്ധിക്കണം. ജാതകത്തിലും കൂടെ സുഹൃബന്ധങ്ങൾക്ക് അനുകൂലമായ ഗ്രഹങ്ങൾ മേന്മേറിയതാണെങ്കിൽ നന്നായിട്ട് ഈ സമയം ഉപയോഗിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ മിഥുന രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ളതല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും എന്നൊക്കെ മനസ്സിന് പ്രയാസമുള്ള ചില അവസ്ഥകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടക രാശി ഒട്ടും അനുകൂലമല്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ചില പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അവർക്ക് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും. ആരോഗ്യം മേന്മയുള്ളതായിരിക്കില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. വേണ്ടപ്പെട്ടവരൊക്കെ ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന ഒരവസ്ഥ മനസ്സിന് വളരെ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യും. കടബാധ്യത വരും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. കുടൽ രോഗങ്ങൾ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ചെന്ന് എത്തി നോക്കി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകക്കൂറുകാർ. കാരണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിപ്പോൾ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങൾ, ഓർമ്മക്കുറവ്, ഇതൊക്കെ ഉണ്ടാവും. ധനപരമായ നഷ്ടം, മക്കൾ മൂലം അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക കാര്യത്തിൽ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസവും കലഹവും ഇതൊക്കെ വരാം. ഇതൊക്കെ ശ്രദ്ധിക്കുക. എങ്കിലും ജീവിത പങ്കാളി ഒരു പരിധി വരെ ഇവർക്ക് അനുകൂലമായിരിക്കും. മുഴുവൻ അനുകൂലമാണെന്ന് കരുതരുത്. ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. പൊതുവെ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക്, കർക്കിടകക്കാർക്ക്. അതുകൊണ്ട് അത് പലതും വേണമെന്ന് വിചാരിച്ചാൽ പോലും തരാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന്. പക്ഷെ അതുപോലും ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയാത്ത ഒരവസ്ഥയും സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കർക്കിടകക്കൂറുകാർക്ക് ഭാഗ്യക്കുറവുള്ളൊരു സമയമാണ്. അതേപോലെ തന്നെ ദൈവാധീനമില്ലാത്ത സമയമാണ്. അപ്പോൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ കർക്കിടകക്കൂറുകാർ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും.
അതേപോലെ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒന്നും അനുകൂലമായിരിക്കില്ല. സ്വന്തമായി പ്രവർത്തികൾ നടത്തുന്നവർക്ക് തൊഴിലാളികളുണ്ടെങ്കിൽ അവരും അത്ര മേന്മയുള്ളവരൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ അവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാനും ശ്രദ്ധിക്കണം. ചിങ്ങം, ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, ആദ്യകാൽ ഭാഗം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയം. എങ്കിലും അവർക്ക് ആരോഗ്യം കുറച്ച് മേന്മയുണ്ടാവും. അലസതയൊക്കെ കുറവായിരിക്കും. പക്ഷെ എന്നാലും നേത്രരോഗങ്ങൾ, പൊള്ളൽ, വിളർച്ച, ശരീരത്തിന് മൊത്തം ഒരു ക്ഷീണം, ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയാണെങ്കിലും വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കില്ല. ഒരു ആത്മവിശ്വാസം കൈമുതലായിട്ടുണ്ടാവും. അതാണുള്ളത്. പിന്നെ ആസ്മ, മാനസിക അസ്വസ്ഥത അങ്ങനെയൊക്കെയുള്ള ചിങ്ങക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളും കടങ്ങളും വരാനുള്ളൊരു സാധ്യതയുണ്ട്. കടം വരിക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അത് നിർവഹിക്കാൻ കുറേ താമസം വന്നാൽ അത് കടമായി ഇല്ലേ. ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പറയുന്ന സമയത്ത് അത് ആ വ്യക്തിയെ സംബന്ധിച്ച കടമാണ്. അങ്ങനെ പല രീതിയിലും കടങ്ങളുണ്ടാവാം. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വാക്കുകളൊന്നും ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങൻ രാശിക്കാർ കുറേയധികം ശ്രദ്ധിക്കുക. കടബാധ്യത വരും. അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ വളരെ വേഗതയിലൊക്കെ ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതൊക്കെ അതിൽ അഗ്നി സംബന്ധമായ ജോലി ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ നേട്ടങ്ങൾ ഒരു പരിധി വരെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും. പക്ഷേ ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് മാത്രം മേന്മയില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കന്നി, കന്നിരാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് ആരോഗ്യം അനുകൂലമാണ്. മനസ്സും ബുദ്ധി അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് തീർക്കാനൊക്കെ കഴിയും. ആരോഗ്യകാര്യത്തിൽ നേട്ടമുണ്ടാകും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരത്താൻ അനുകൂലമല്ല. കുറച്ച് ശത്രുദോഷം അനുഭവിക്കേണ്ട ഒരു സമയം കൂടെയാണ്. ദൈവാധീനം വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മേന്മ ഉണ്ടാക്കാം. കന്നിരാശിക്കാർക്ക് പൊതുവെ മേന്മയാണ്. എങ്കിലും ദൈവാധീനക്കുറവുകൊണ്ട് പല പ്രശ്നങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ശുഭകരമാണെങ്കിൽ ദൈവാധീനം കുറയുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരാം. അങ്ങനെയല്ല, പൊതുവെ മറ്റ് ഗ്രഹങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും ദോഷം ചെയ്യുന്ന സ്ഥിതിയാണ്. അതിൽ വേണ്ടപ്പെട്ടത് ദൈവാധീനം ഉണ്ടാക്കേണ്ട ഗ്രഹവും അത്ര മേന്മയാണ് കന്നിക്കൂറുകാർക്കെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവാധീനക്കുറവുണ്ടാവും എന്നും കൂടെ പറയുന്നതെന്ന് മനസ്സിലാക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാവും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊഴിൽ രംഗവും അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിന് വിഷമകരമായ ചില അവസ്ഥകൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്കുണ്ട്. അതേപോലെ തൊഴിലാളികളും അത്ര മേന്മയുള്ളവരായിരിക്കില്ല. ഇനി തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ്. പക്ഷേ ഗുണകരമാണെന്നുണ്ടെങ്കിലും ആരോഗ്യകാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം. മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചില അസ്വസ്ഥത ഉണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം ചെറുതായിട്ട്
നന്നാകണമെന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും. എങ്കിലും അത് മനസ്സിൽ കിടന്ന് അസ്വസ്ഥമാകുന്നൊരവസ്ഥയുണ്ടാവും. അത് ഒഴിവാക്കണം. ബുദ്ധി അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയരെ ഗുരുക്കന്മാരൊന്നും അത്ര അനുകൂലമല്ല. ആരോഗ്യകാര്യവും ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവെ നോക്കിയാൽ തുലാക്കൂറുകാർക്ക് അനുകൂലമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് മേന്മയുള്ള ഒരു ദിവസമാക്കി മാറ്റാനും നല്ല സുഹൃബന്ധങ്ങളെ സൃഷ്ടിച്ചെടുക്കാനും നഷ്ടപ്പെട്ട സുഹൃബന്ധങ്ങളെ വീണ്ടെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായും നേട്ടങ്ങൾ ഉണ്ടാകും. മക്കൾ, ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്താണെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുവാനോ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുവാനോ, നിലവിലുള്ളത് കളയാതെ തന്നെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുവാനോ, സ്വന്തമായി തൊഴിൽ നടത്തുന്നവർക്ക് തൊഴിലിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനോ ഒക്കെ അനുകൂലമായ സമയമാണ്. കൂടാതെ വിദ്യാകാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് ഒക്കെ പുതിയ നേട്ടങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ട വിദ്യാഭ്യാസത്തിനും അനുകൂലമായ സമയമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ്. തൊഴിലാളികളിൽ നിന്നും മറ്റുമൊക്കെ പലവിധ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണണം. വൃശ്ചികം രാശി അനുകൂലമല്ല, ഒട്ടും അനുകൂലമല്ല. വൃശ്ചിക രാശിക്കാർക്ക് എന്നാൽ മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ചില അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാകും. പക്ഷേ ആ സ്ഥിരമായ അഭിപ്രായമൊക്കെ അനുകൂലമായിരിക്കുന്നില്ല. അത് അനുകൂലമല്ലാത്തതാണോയെന്ന് വളരെ ശ്രദ്ധിക്കണം. ആത്മവിശ്വാസക്കുറവ്, അലസത, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു ദിവസം, അതാണ് പ്രധാനമായിട്ടും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുക. ഒരു പ്രതിരോധ ശക്തി കുറവ്, ആരോഗ്യപരമായി അനുകൂലമല്ലാത്ത സമയം, ഉദരസംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. മിത്രങ്ങൾ പോലും ശത്രുക്കളാകുന്ന സമയമായിരിക്കും. തൻ്റെ സഹപ്രവർത്തകർ, കൂടെ നിൽക്കുന്നവർ, ബന്ധുക്കൾ, ഇവരൊന്നും തന്നെ അനുകൂലമല്ല. കടബാധ്യത വരും, അപകടങ്ങളുണ്ടാകും, മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. വളരെ ശ്രദ്ധ തൊഴിൽ മേഖലയിലൊക്കെ വേണം. അതേപോലെ അശ്രദ്ധമായി വാഹനം ഓടിക്കുകയൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ കാര്യങ്ങളിലൊക്കെ വളരെ സുരക്ഷിതമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുക. ഈ മുകളിലൊക്കെ കയറി വർക്ക് ചെയ്യുന്നവർ അത് ഒരു ബെൽറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു സുരക്ഷിതമായ രീതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വൃശ്ചികക്കൂറുകാർ. അതേപോലെ കരൾ സംബന്ധമായ അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുൻകോപത്തെ നിയന്ത്രിക്കണം. വാക്കുകൾ ഒട്ടും അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള അപകടങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. ധനപരമായ നഷ്ടമുണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥതയോ സമാധാനമോ ഒക്കെ കുറയുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്തും അനുകൂലമല്ല. ഒരു കാരണവശാലും വൃശ്ചിക രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഈ ദിവസം ഉപയോഗിക്കരുത്. പൊതുവേ അനുകൂലമല്ല. അപ്പോൾ സ്വമേധയെ വരുത്തി കൂട്ടുന്ന പ്രശ്നം കൂടെ ആയാലും അതുകൊണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ധനുരാശിക്ക് ദോഷകരമായൊരു ദിവസമാണ്. അവർ ആരോഗ്യമൊന്നും അത്ര അനുകൂലമല്ല. പക്ഷെ ദോഷകരമാണെങ്കിലും ചെറിയ ദൈവാധീനമുള്ളൊരു ദിവസം അവർക്ക്. അപ്പോൾ ആ ദൈവാധീനം കുറച്ചൊക്കെ ദോഷത്തെ കുറയ്ക്കും. പക്ഷേ എങ്കിലും ദോഷകരം തന്നെയായിരിക്കും. അത് ശ്രദ്ധിക്കുക വരാതിരിക്കാനായിട്ട്. ആത്മവിശ്വാസക്കുറവുണ്ടാകും, അലസത ഉണ്ടാവും, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടാവും, പ്രതിരോധ ശക്തി കുറവുണ്ടാകും. എന്നാൽ മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല.
അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ധനുരാശിക്കാർ, ധനുക്കൂറുകാർ. വാക്കുകൾ മൂലം വളരെ പ്രയാസം ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ധനുക്കൂറുകാർ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല പറയുന്നതിൽ കേൾക്കുന്നവർ എടുക്കുന്നത്. പിന്നെ അത് തിരുത്താനൊക്കെ നിൽക്കുമ്പോഴേക്കും അത് ശരിയാവുകയില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരഭിപ്രായം പറയേണ്ട. തനിക്ക് പറയേണ്ടതായ അത്യാവശ്യമുള്ള ഘട്ടം അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുക, അല്ലെങ്കിൽ അവിടുന്ന് സ്ഥലം വിട്ടേക്കുക. ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കരുത്, മാറിപ്പിക്കൊള്ളൂ. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നർത്ഥം. വളരെ ശ്രദ്ധിച്ചോളണം ധനുക്കൂറുകാർ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും അത്ര വലിയ മേന്മയൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മക്കളിൽ നിന്ന് അനുകൂലാവസ്ഥ ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമല്ലാത്തത് കൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. കുടുംബസമാധാനം കുറവായിരിക്കും. തൊഴിൽ രംഗത്തും അത്ര മേന്മയൊന്നുമില്ല. തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അനുഭവം ധനുരാശിക്കാർക്ക് ഉണ്ടാകും. ഇനി മകരക്കൂറ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം അനുകൂലമായ ദിവസമാണ്. അലസതയൊന്നും ഉണ്ടാവില്ല, എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷെ മനസ്സ് അങ്ങോട്ട് വേണ്ട രീതിയിൽ നിൽക്കില്ല, അസ്വസ്ഥമായിരിക്കും. ഒരു ശ്രദ്ധ കുറവ് അനുഭവപ്പെടുന്ന പോലെ തോന്നും. മനസ്സ് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിപ്പോകുന്ന പോലെ അനുഭവപ്പെടും. അതൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ മാറ്റം വരുത്താം, എന്നാലും കുറേയൊക്കെ ഉണ്ടാവും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ആസ്തമ, മാനസിക അസ്വസ്ഥ തുടങ്ങിയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ കൃത്യമായിട്ട് മെഡിസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന സമയമാണ്. ശത്രുക്കൾ മൂലം ചില അപകീർത്തി, അപമാനമൊക്കെ മകരക്കൂറുകാർക്ക് വരാം. വിഷമിക്കേണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ കിടക്കും എന്ന് വിചാരിക്കുക. നമ്മൾ കർമ്മഫലത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. പരമാവധി വാക്കുകൾ ഉപയോഗിക്കേണ്ട. കാരണം വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും മകരക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ട. പരമാവധി ആവശ്യമുള്ളിടത്തേക്ക് മാത്രം യാത്ര ചെയ്യുക. ആവശ്യമില്ലാത്തിടത്ത് യാത്ര ചെയ്യാൻ പോകാതിരിക്കുക. തൻ്റെ തൊഴിലിടങ്ങളും വീടും ആയിട്ട് മാത്രം കുറച്ച് നാളത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത സുഹൃബന്ധങ്ങളിലൊന്നും വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായി നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവരുടെ അംഗീകാരമൊന്നും കിട്ടില്ല. കഫരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാവും. തൊഴിൽ മേഖല അനുകൂലമായിരിക്കും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ലഭിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും മകരം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ മൂലം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്. അതേപോലെ സുഖബന്ധങ്ങളും അത്ര അനുകൂലമല്ല. അനുചിതമായ സുഖബന്ധങ്ങളിൽ ചെന്ന് വീഴരുത്, വളരെ ശ്രദ്ധിക്കണം. കുംഭം രാശി. ദോഷകരമായൊരു ദിവസം തന്നെയാണ് കുംഭം രാശിക്ക്. എങ്കിലും അവർക്ക് ചെറിയ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അതൊന്ന് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ ദോഷത്തിൻ്റെ അളവ് കുറയുന്ന അർത്ഥം. എങ്കിലും ദോഷം തന്നെയാണ് അവർക്ക് കൂടുതലും കാണുന്നത്. ആരോഗ്യവും മനസ്സൊന്നും അനുകൂലമായിരിക്കില്ല. ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വരും. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, മറ്റുള്ളവരുമായുള്ള കലഹം ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് കഴിയും. ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയുമൊക്കെ കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാവും. തൊഴിൽ ഭാഗം ഒട്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതേപോലെ അനുചിതമായ സുഹൃബന്ധങ്ങളെയും സൃഷ്ടിക്കരുത്. എന്ന് പറഞ്ഞാൽ അനുചിതമല്ലാത്ത
പ്രവർത്തികൾ സുഹൃത്തുക്കൾ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ പോകാതിരിക്കുക എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശ്രദ്ധിക്കണം എന്നർത്ഥം മകരക്കൂറുകാർ, കുംഭക്കൂറുകാർ. ഇനി മീനം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. മീനം കൂറുകാർക്കും ദോഷകരമായൊരു ദിവസം തന്നെയാണ്. ദൈവാധീനമൊക്കെ വളരെ കുറയുന്ന ഒരു സമയമാണ് അവർക്ക്. അവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് കുറച്ച് നല്ലതാണ്. എങ്കിലും അവർക്ക് പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ കുറയുന്ന ഒരു സമയമാണെങ്കിലും വാക്കുകൾ മൂലം ചില കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരു സ്വസ്ഥത മനസ്സിന് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കുക. മക്കൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ രംഗവും അത്ര അനുകൂലമൊന്നുമല്ല. തൊഴിൽ രംഗത്ത് ധനനഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. മറ്റുള്ളവരിൽ നിന്ന് ചില അപമാനവും അപകീർത്തിയും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയം കൂടെയാണ് മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് കളിയാക്കി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ പോകണ്ട. ഒന്ന് ചിരിച്ച് പൊക്കോളുക. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് മനസ്സിലായി കാണില്ല, അതിനല്ലെങ്കിൽ ബോധമില്ലാത്തതാണെന്ന് പറഞ്ഞു എന്ന് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ സമയദോഷം അതങ്ങനെ അങ്ങോട്ട് തീരും എന്ന് മനസ്സിലാക്കുക മീനക്കൂറുകാർ. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വാക്കുകൾ ഒട്ടും അനുചിതം അല്ലാത്തത് കൊണ്ട്, നല്ലതായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് പരമാവധി മിണ്ടാണ്ടിരിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃബന്ധങ്ങളും ഒന്ന് കുറയ്ക്കുന്നത് മീനക്കൂറുകാർ നന്നായിരിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.